എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചു ടിപ്പുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഉണ്ടാകുന്ന കംപ്ലൈൻറ്റുകളും അതിനുള്ള ഒരു സൊല്യൂഷനും നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് പുറത്തുനിന്നൊക്കെ ആളെ വിളിച്ചിട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് എല്ലാവർക്കും എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും. വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണും, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ ഞാൻ അധികം പറഞ്ഞിട്ട് നീട്ടുന്നില്ല, ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വിചാരിച്ചാൽ, ഇങ്ങനെ നമ്മൾ വെള്ളം തുറന്നിട്ട സമയത്ത് അതിൽ വെള്ളം നിൽക്കില്ല, വെള്ളം തനിയെ പോവുകയാണ്. അപ്പോൾ നമുക്ക് അലക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും, അലക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലത്തെ സ്ക്രൂകളൊന്ന് തുറക്കാം. അപ്പോൾ നമുക്കിതൊരു ബോക്സ് പോലെ ഇതിൻ്റെ ബാക്കിൽ തുറക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ഇതെല്ലാം ഒന്ന് തുറക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രൂ കുറച്ചിങ്ങനെ തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് തുറക്കാൻ. എന്തായാലും നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതേ ഇതിൻ്റെ ആ ഒരു സ്ക്രൂ ഒക്കെ ഞാൻ തുറന്നിട്ടുണ്ട്. സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇപ്പോൾ തുറക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഞാനിപ്പോൾ ഒരു കയ്യിൽ ക്യാമറയും പിന്നെ ഒരു കയ്യിൽ സ്ക്രൂ ഡ്രൈവർ ആയതുകൊണ്ട് എനിക്ക് എല്ലാം അങ്ങോട്ട് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ തുറക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ആക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ സ്ലൈഡ് ചെയ്യുന്നൊരു മോഡലാണ്. അപ്പോൾ അത് ഇങ്ങനെ നമുക്ക് തുറന്നെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലുണ്ടാവുക. അപ്പോൾ ഏത് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആയാലും ഉള്ളിൽ ഏകദേശം ഇങ്ങനെ തന്നെയായിരിക്കും, കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ഭാഗത്തിനാണ് സാധാരണ കംപ്ലൈൻറ്റ് വരാറുള്ളത്. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ഈ ഒരു സ്വിച്ച് ഡ്രെയിനിലേക്കും അതുപോലെ തന്നെ നോർമൽ, അതായത് വാഷ് ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് മാറ്റുമ്പോഴാണ് അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, താഴെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് അതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ്. ഈ ഒരു വൈറ്റ് കളറിലുള്ള സംഭവമില്ലേ, ആ കമ്പി ഇരിക്കുന്ന അതിങ്ങനെ മുകളിലേക്കാവും പിന്നെ താഴേക്കും ആവും. അപ്പോൾ താഴേക്കാവുമ്പോൾ നമുക്കിതിങ്ങനെ ലൂസായിരിക്കും. അപ്പോൾ നമുക്ക് ഈ കമ്പി വേണമെങ്കിൽ ഊരിയെടുക്കുകയും ചെയ്യാം കേട്ടോ. ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വൈറ്റ് സംഭവത്തിൽ അതിങ്ങനെ കൊളത്തി വെച്ചിരിക്കുകയാണ് കമ്പി, കാണുന്നില്ലേ. അപ്പോൾ ഇത് ആ ഒരു കമ്പി നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പതുക്കെ കൈ വെച്ചിങ്ങോട്ട് കൊളത്തിയിട്ടിട്ടുള്ള പോലെയാണത്. അത് നമുക്ക് ഊരിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഫുള്ള് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണില്ല, അല്ലാണ്ട് തന്നെ ഇത് ഒരു കുപ്പിയുടെ മൂടിയൊക്കെ തുറക്കുന്ന പോലെ ഇങ്ങനെ ലൂസാക്കിയിട്ട് തുറക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു സ്പ്രിങ് ഉണ്ട്, പിന്നെ അതിൻ്റെ അടിയിൽ ഒരു വാഷർ പോലത്തെ ബ്ലാക്ക് കളറിൽ കാണില്ലേ, അതുകൊണ്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ ആ വാഷർ ഇങ്ങനെ പൊക്കിയെടുക്കാം നമുക്ക്. ഇതിപ്പോൾ കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇങ്ങനെ അഴുക്ക് നമ്മൾ സോപ്പും പതയും ഒക്കെ ഇങ്ങനെ വന്ന് അടിഞ്ഞടിഞ്ഞ് ഉണ്ടായിട്ടുള്ളതാണ്, കണ്ടില്ലേ. അതുകൊണ്ടാണ് അതിങ്ങനെ ബ്ലോക്ക് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിതൊന്ന് ക്ലീൻ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതായിരുന്നു ഇതിൻ്റെ ഒരു പ്രോബ്ലം കേട്ടോ. പിന്നെ ഇതിൻ്റെ ആ ഒരു ഹോളിൽ എന്തെങ്കിലും വന്ന് അടിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ ബട്ടണോ അല്ലെങ്കിൽ പോക്കറ്റിൽ പൈസ ഉണ്ടെങ്കിൽ കോയിനൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഹോളിൽ വന്നിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മൾ എടുത്ത് കളയുക. അതുപോലെ ഈ വാഷറും ക്ലീൻ ചെയ്യുക. അത്രയ്ക്കേ സാധാരണ കേസിൽ വരാറുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ഒരു സ്പ്രിങ് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ സ്പ്രിങ് എടുത്തിട്ട് വേറെ അത് കൊണ്ടുപോയിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് വേറെ സ്പ്രിങ് മാറ്റി വെച്ചാൽ മതി. അതുപോലെ തന്നെ ചിലപ്പോൾ ആ ഒരു ബ്ലാക്ക് വാഷർ പൊട്ടിപ്പോവും. അപ്പോഴും ഈ ഒരു പഴയ വാഷർ കൊണ്ട് കടയിലേക്ക് പോയാൽ അവർ പുതിയ വാഷർ തരും. ഈ പാർട്സൊക്കെ കിട്ടുന്ന ഷോപ്പിൽ ചോദിച്ചാൽ മതി. ഈ ഒരു വാഷർ കൊണ്ടുപോയാൽ അതിൻ്റെ കറക്റ്റ് അളവിലുള്ള വേറെ വാഷർ കിട്ടും. അപ്പോൾ നമുക്ക് തന്നെ ഇതേപോലെ സിമ്പിളായിട്ട് അതിലേക്ക് വെറുതെ ഒന്ന് ഇടുക വേണ്ടു. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ അവിടെ വെള്ളം തുറന്നിട്ടപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇങ്ങനെ പോകണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനെ ബ്ലോക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വാഷർ. അപ്പോൾ കറക്റ്റായിട്ട് ടൈറ്റിലിരുന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു വെള്ളം പോവാതെ ഇരിക്കുള്ളൂ. അപ്പോൾ എന്തെങ്കിലും അഴുക്കൊക്കെ വന്ന് അടഞ്ഞിരിക്കുമ്പോൾ ശരിയായിട്ട് അത് അടയില്ല. അപ്പോൾ അത് ലീക്ക് പോലെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ ചോർന്ന് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുക്കാണ്ട് തന്നെ പുറത്തോട്ട് ഊരിയെടുക്കാണ്ട് ഒരു കപ്പിൽ കൊണ്ടുവന്നിട്ടാണ് കഴുകിയത്. അപ്പോൾ വേറെ അത്ര കംപ്ലൈൻ്റ് ഒന്നും ഇല്ലല്ലോ, പിന്നെ എല്ലാം ഊരിയെടുത്ത് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തന്നില്ലേ ആ ഒരു കമ്പി കൊളുത്തി വെച്ചിട്ടുള്ളത്, അത് എടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ പാർട്സ് ഊരാം. അപ്പോൾ അതേപോലെ തന്നെ നോക്കിയിട്ട് വെച്ചാൽ മതി. അതേപോലെ അങ്ങനെ ഞാനൊരു വീഡിയോ ഓൾറെഡി മുമ്പ് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിലുണ്ട്, വേണമെങ്കിൽ കണ്ടാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ല, മൂടി അടയ്ക്കുന്ന പോലെ അത് കറക്റ്റായി വെച്ചിട്ട് തിരിച്ചിട്ട് അടയ്ക്കുക, അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു ഡ്രെയിനിലേക്കും വാഷിലേക്കും ആ ഒരു സ്വിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ ഇങ്ങനെ മൂവ്മെൻറ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുമ്പോൾ അതിങ്ങനെ ടൈറ്റിൽ വലിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്കിത് അടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡ്രെയിനിലേക്ക് കൊണ്ടുവന്നിട്ട് അതൊന്ന് ലൂസാക്കുക ആ നിൽക്കുന്നത്. അപ്പോൾ ലൂസായി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മൂടി അടയ്ക്കാൻ പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾ ഈ കമ്പി ഊരുന്നുണ്ടെങ്കിൽ കമ്പി ഏത് ഹോളിലാണ് കൊളുത്തിയിട്ടുണ്ടായിരുന്നതെന്ന് നോക്കണം കേട്ടോ. അതിൽ കുറച്ച് ഹോളുകളുണ്ട്, 1 2 3 4 5 എണ്ണമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ തെറ്റിയിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ടൈറ്റിൽ നിൽക്കാൻ വഴിയില്ല. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അത് ഊരാനായിട്ട്.
അതുപോലെ തന്നെ ചിലപ്പോൾ വെള്ളം ഇതിൽ തങ്ങി നിൽക്കും. തീരെ നമ്മൾ ഡ്രെയിൻ ചെയ്താലും വെള്ളം പോവില്ല. ചിലപ്പോൾ സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ലെങ്കിലും ഈ ഒരു പ്രോസസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നത് കറക്റ്റായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ സ്പ്രിങ് മാറ്റുക. അതുപോലെ തന്നെ വാഷറിൽ എന്തെങ്കിലും കേടൊക്കെ വന്ന് ദ്രവിച്ചൊക്കെ പോവും കുറേ നാളൊക്കെ ആകുമ്പോൾ. അപ്പോൾ വാഷർ പുതിയത് മാറ്റിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഊരിയിട്ട് പുതിയത് ഇടുക, അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് കോമൺ ആയിട്ട് വരുന്ന ഒരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ മെഷീൻ തിരിയാണ്ടൊക്കെ വരുന്നത് പിന്നെ അതിൻ്റെ കപ്പാസിറ്ററിൻ്റെ കംപ്ലൈൻറ്റ്, മോട്ടറിൻ്റെ കംപ്ലൈൻറ്റ്, അതൊന്നും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് അവരെ ടെക്നീഷ്യൻസിനെ തന്നെ വിളിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഡ്രയറിനും വരും കംപ്ലൈൻറ്റൊക്കെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ വാഷിംഗ് മെഷീനൊക്കെ തിരിച്ചിട്ടിട്ട് ഫുള്ളൊക്കെ ഊരിയിട്ടൊക്കെ സ്പ്രിങ്ങൊക്കെ മാറ്റേണ്ടി വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ ഒരു കാര്യം, എൻ്റെ മോളൊരു റിഡിൽസിൻ്റെ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലോജിക് മാജിക് വിത്ത് പ്രാർത്ഥന എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ റിഡിൽസ് ഇഷ്ടമുള്ളവർ അതൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് പ്രാർത്ഥനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് എന്നാണ് പേര്. ആ ഒരു പേജും ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. പിന്നെ പ്രാർത്ഥനാസ് വേൾഡും ഉണ്ട്. വേൾഡിനെ ആരും മറക്കണ്ട, സമയം കിട്ടുമ്പോൾ കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ്പ് വാച്ചിങ്, കീപ്പ് സപ്പോർട്ടിങ്. താങ്ക് യു.